ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി ഡിസീസസ് ആണ് മെനിഞ്ചൈറ്റിസ്. ആർക്കനോയിഡ് പയാമാറ്ററിന് ഇൻഫെക്ഷൻ ആണ് മെനിഞ്ചൈറ്റിസ്. ഇത് ബാക്ടീരിയൽ ആകാം, വൈറൽ ആകാം, അതുപോലെ ഫംഗൽ ആകാം, പ്രോട്ടോസോവൽ ആകാം. ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറീസ്, സർജറി, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, നാസൽ സ്പ്രേ യൂസസ്, സൈനോട്ടിക്സ്, ഇത്രയും കേസസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. ബ്രെയിൻ സർജറിയുടെ പ്രോസ് ഓപ്പറേറ്റീവ് ആയിട്ട് മെനിഞ്ചൈറ്റിസ് കാണാറുണ്ട്. CF അനലൈസ് ചെയ്തതാണ് ഈ ഡിസീസസ് എല്ലാം അനലൈസ് ചെയ്യുന്നത്. പിന്നെ CF അപ്പിയറൻസ് ക്ലൗഡി ആയിരിക്കും, പ്രോട്ടീൻ ലെവൽ ഇൻക്രീസ്ഡ് ആയിരിക്കും, വൈറ്റ് ബ്ലഡ് കൗണ്ട്സ് ഇൻക്രീസ്ഡ് ആയിരിക്കും, ഗ്ലൂക്കോസ് കൗണ്ട് ഡിക്രീസ്ഡ് ആയിരിക്കും. ട്രാൻസ്മിഷൻ വരുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയാണ്. അതുകൊണ്ട് പേഷ്യൻസിന് ഐസൊലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കിതിൻ്റെ അസസ്മെൻറ്റ് നോക്കാം. നെക്ക് റിജിഡിറ്റി, നാസൽ ഇറിറ്റേഷൻ, സിവിയർ ഹെഡേക്ക്, ഫോട്ടോഫോബിയ, അബ്നോർമൽ പ്യൂപ്പിൾ റിയാക്ഷൻ, അബ്നോർമൽ ഐസ് മൂവ്മെൻറ്റ്സ്, ടെക്കികാർഡിയ, മസിൽ പെയിൻ, നോസ്ട്രിയ, വോമിറ്റിംഗ്, ഇത്രയും കാണാറുണ്ട്. പിന്നെ ഹെമിപാരസിസ്, പിന്നെ ഹെമിപ്ലാജിയ, കാണിയൽ നെർവ്സ് ഡൈഫങ്ഷൻ, ഇത്രയൊക്കെയാണ് ഉള്ളത്. അതുപോലെ അറ്റൻഷൻ സ്പാൻ ഡിക്രീസ് ചെയ്യും, പേഴ്സണാലിറ്റി ബിഹേവിയർ, ഇതൊക്കെ കാണാറുണ്ട്. ഇനി നമുക്ക് ഇൻ്റർവെൻഷൻസ് നോക്കാം. വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യാം, ന്യൂറോളജിക്കൽ സയൻസ് മോണിറ്റർ ചെയ്യാം, ICP ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക, സെൻട്രൽ ചാൻസ് മോണിറ്റർ ചെയ്യുക, പ്രോപ്പർ വെന്റിലേഷൻ പ്രൊവൈഡഡ് ചെയ്യുക, യൂറിൻ മോണിറ്റർ ചെയ്യുക, നെക്ക് ആൻഡ് ഹിപ്പ് ഫ്ലെക്ഷൻ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.